സംസ്ഥാനത്തെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. വിദേശീയരടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ മൂന്നാറിൽ വന്നു പോകുന്നു. എന്നാൽ ബസ്സുകൾ വേണ്ട വിധം പാർക്ക് ചെയ്യാനോ യാത്രക്കാർക്ക് വിശ്രമിക്കാനോ ഇരിക്കാനോ ബസ് സമയം തിരക്കാനോ ഒന്നും സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് മൂന്നാറിലില്ല. ഈ സാഹചര്യത്തിലാണ് 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തി മൂന്നാറിൽ ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത്. ബജറ്റിൽ മൂന്നാറെ സംബന്ധിച്ചിടത്തോളം മൂന്നാറിന്റെ ജനത ആഗ്രഹിക്കുന്ന പോലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾക്കാണ് സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് മൂന്നാറിൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. സ്വകാര്യ ഒരു ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ടി ഇപ്പോൾ 2 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു. മൂന്നാറെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വാഹനങ്ങളെല്ലാം വന്ന് പോകുന്നത് ചെറിയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ കുറെ നാളത്തെ ഒരു ആവശ്യമാണ് മൂന്നാറിൽ ഒരു നല്ല ബസ് സ്റ്റാൻഡ് വേണം. കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ 5 കോടി രൂപ KSRTCക്കാണ് വെച്ചിരുന്നത്. അതിന്റെ പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി തുക അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. നിലവിൽ 4 ബസ് നിർത്തിയിടാനുള്ള പരിമിതമായ സ്ഥലം മാത്രമാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡിനുള്ളത്. മഴക്കാലത്ത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് കയറി നിൽക്കാൻ പോലും സൗകര്യമില്ല. അനുവദിച്ച തുക കൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.